നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അപ്പ ഇവളെ തോപ്പിക്കാൻ വലിയ പാടൊന്നുമില്ല. OCU യൂണിവേഴ്സിറ്റി എവിടെ കിടക്കുന്നു? കേരളത്തിലെ ഏതോ വീട്ടിലെ അടുക്കള എവിടെ കിടക്കുന്നു? ഇവള് ദോശയുടെ സാമ്പാറിന്റെ ആളാണെന്നാ തോന്നുന്നത്. ആ ഇരിക്കുന്നത് ആരാണെന്ന് ബിന്ദുവിന് അറിയോ? അതെന്റെ കൂടെ ഫൈനൽ റൗണ്ടിൽ ഉണ്ടായിരുന്ന കുട്ടിയല്ലേ? അയ്യോ അതല്ല, അടുത്തിരിക്കുന്ന സ്ത്രീയെ അറിയോ? ഇല്ല, അറിയില്ല. പരിചയപ്പെട്ടിരിക്കേണ്ട ആളല്ലേ? പരിചയപ്പെടുത്താം. മിനിസ്റ്റർ വർമ്മ സാറിന്റെ ചേച്ചിയാ. വാ. അവരെന്തിനാ ഇങ്ങോട്ട് വരുന്നേ? പരിചയപ്പെടുത്താനായിരിക്കും. എനിക്കാണെങ്കിൽ ഇങ്ങനെയുള്ളവരോട് സംസാരിക്കുന്നതേ അലർജിയാ. അംബിക മേഡം, ഇത് ബിന്ദു, വീട്ടമ്മയാ. വിവാഹം കഴിഞ്ഞ് 1 വർഷം ആയിട്ടില്ലാത്തവർക്കുള്ള മത്സരമാണെന്ന് പറഞ്ഞിട്ട് ഇതേതായി കുട്ടി? ഇതെന്റെ ചേട്ടന്റെ മോളാ. ആധാർ കാർഡും റേഷൻ കാർഡും ഒക്കെ വാങ്ങിവെന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ സെക്രട്ടറി. ഇവിടെ എന്തെങ്കിലും ക്രമക്കേട് നടക്കുന്നതായി എന്റെ കണ്ണിപ്പെട്ട അകത്ത് പോയി അഴി എണ്ണേണ്ടി വരും. എന്തൊരു കുശുമ്പ. മിണ്ടാതിരിക്കും മോളെ. എന്താ പറഞ്ഞേ? ഒന്നുമില്ല മാഡം. എന്നാ ഞങ്ങളും കൂടെ ചെല്ലട്ടെ മേഡം. വാ. ചേട്ടൻ എന്തിനാ അവര് പറയുന്നത് കാര്യമാക്കുന്നത്? ശില്പ എന്റെ മകനെ കണ്ടിട്ടുണ്ടോ? മിടുക്കനാ. ഇല്ല മാഡം. ഹോട്ടൽ മേഖല വലിയ ലാഭത്തിലാണല്ലോ. അവനെ കൊണ്ട് കൊച്ചിയിലൊരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമാണ്. ഗ്രേറ്റ്. ഹോട്ടൽ ബിസിനസ് ഭയങ്കര ലാഭമാണ് മാഡം. എന്റെ മനസ്സിലും ചില പ്ലാനുകളൊക്കെ ഉണ്ട്. എന്റെ സമയം ശരിയാണെങ്കിൽ ഞാൻ മനസ്സിൽ വിചാരിച്ചതൊക്കെ നടക്കും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാ കൊച്ചിയില് ഞങ്ങളുടെ പഴയ തറവാടിന്റെ മാതൃകയിൽ ഒരു 5 സ്റ്റാർ ഹോട്ടൽ. അതിന്റെ ഒരു സ്വപ്നം. വലിയ ഹോട്ടലൊക്കെ പണിയുമ്പോ എന്നെയും കൂടി പരിഗണിക്കണം. തീർച്ചയായും. പറഞ്ഞില്ലേ, ഫണ്ട് കയ്യിലേക്ക് വരാൻ കുറച്ച് സമയം കൂടി വേണം. എന്ത് പറ്റി? എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? തടസ്സങ്ങളല്ല, ഒരു തടസ്സം, ഒരേ ഒരു തടസ്സം. അതെന്താ? പറയാം. രഥമേ ഇറങ്ങും. ശരി, താങ്ക്സ്. മോളെ, അംബിക മാഡം. അതെ, വാ. നമസ്കാരം. അംബിക മാഡം നേരത്തെ വന്നോ? റബിക മോൾ ഒരു വലിയ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുമ്പോ വരാതിരിക്കാൻ പറ്റുമോ ചേച്ചി? പോരാത്തതിന് സെക്രട്ടറി എന്റെ ഫ്രണ്ടും ആണല്ലോ. ഋതികെ, ഇത് ശില്പ ചക്രവർത്തി. ഋതിക്കൊപ്പം ഫൈനലിൽ മത്സരിക്കാനെത്തിയ കുട്ടിയാ. ഓർക്കുന്നില്ലേ ഞാൻ ക്ലബിൽ വെച്ച് ലിഫ്റ്റ് കൊടുത്തത്? ഓർക്കുന്നുണ്ട്. ഋതികെ, അകത്തേക്ക് വരാൻ കേട്ടോ. ചെറിയ മേക്കപ്പും അതിനുശേഷം കിച്ചൺ ഡ്രസ് ധരിച്ച് റെഡിയാവേം വേണം. മത്സരം തുടങ്ങാൻ സമയം കൊണ്ടിരിക്കുക. അതിനെന്താ മോളെ, വാ. അതെ, അവരുടെ നിഷ്കളങ്കതയൊന്നും കണ്ട് മയങ്ങണ്ട. രണ്ടും വിഷവിത്തുകളാ. അംബിക മാഡം പേടിക്കണ്ട. മനസാക്ഷി എന്ന് പറയുന്നത് എന്റെ 7 അയലത്തൂടി പോയിട്ടില്ല. മെഡിക്കി. എങ്കി ഞാനിവിടെ നിക്കാം, നീ അകത്തേക്ക് ചെല്ല. മാനസികമായി അവളെ തളർത്തുന്ന ഒരു അവസരവും പാഴാക്കരുത്. ഡൺ. ചെല്ല.
താങ്ക് യു. വെൽക്കം. ഇതിടാൻ അറിയാലോ അല്ലേ? ആ ബിന്ദു ബ്ലോഗർ അല്ലേ? അതെ. ബിന്ദുവിന് ഇതൊക്കെ അറിയാം മാഡം. ബിന്ദു ഒരു ഫുഡ് ബ്ലോഗറാ. ഒരുപാട് ഫോളോവേഴ്സും ഉണ്ട്. വാ. അതിപ്പോ എല്ലാവരുടെയും സ്ഥിര ഏർപ്പാടാണല്ലോ. ഒരു പണിയും ഇല്ലെങ്കിൽ ക്യാമറയും തൂക്കി പിടിച്ചങ്ങ് ഇറങ്ങും. വെറുതെ ഷോ കാണിച്ച് നാട്ടുകാരുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി. അതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തി സ്വാതന്ത്ര്യമല്ലേ? താല്പര്യമില്ലാതെ കണ്ടിട്ട് കണ്ടതിന് കുറച്ച് നാലാളോട് മോശം അഭിപ്രായം പറയുന്ന സമയം ലാഭിക്കാൻ. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഇങ്ങനെ സമയം കളയാതെ പെട്ടെന്ന് ഈ ഏപ്രിൽ ഇട്ട് റെഡിയാവും മക്കളെ. അയ്യോ ചേച്ചി, ഇത് ഏപ്രിൽ അല്ല, ഏപ്രിൽ. ഓ, പേരൊക്കെ കൃത്യമായിട്ട് അറിയാലോ. സമയത്തിന് റെഡിയാവാൻ മാത്രം അറിയില്ല. രാധമേ, ദേ ഇങ്ങോട്ട് വാ, ഞാൻ ശരിയാക്കി തരാം. അയ്യോ വേണ്ട ചേച്ചി, ഐ വിൽ മാനേജ്. അതെന്താ, ഞാൻ ചെയ്യുന്ന ബുദ്ധിമുട്ടായതുകൊണ്ടാണോ മാനേരെ വിളിക്കാൻ പോകുന്നത്? അങ്ങനെയല്ലേ ചേച്ചി, ഞാൻ ശരിയാക്കിക്കോളാന്ന്. ദേ ചേച്ചിന്നൊന്നും വിളിക്കണ്ട, എന്നെ ആന്റിന്ന് വിളിച്ചാ മതി. കണ്ടാലേ അല്പം പ്രായം പറയില്ലെങ്കിലും എനിക്ക് കുറച്ച് പ്രായമുണ്ട്. ഹൃതിക മോളെ എന്റെ മരുമോളാ. ആ മതി മതി. ഇനി നിങ്ങൾ പാരന്റ്സ് ഇവിടെ നിന്നാ ശരിയാവില്ല. ഒന്ന് പുറത്തിറങ്ങി എന്നേ. അയ്യോ, അതെങ്ങനെ ശരിയാവും? ഹൃതിക മോൾക്ക് എന്തെങ്കിലും സംശയം വന്നാ കൂടെ ഞാൻ വേണ്ടേ? നോ വേ. അങ്ങനെ പാർട്ടിസിപ്പൻസിനെ സഹായിക്കാനൊന്നും ആർക്കും അനുവാദമില്ല. മോളെ, രാധമ്മ പുറത്തുണ്ടാവേ? ശരി രാധമേ. രാധമേ, ആ, എന്താ മോളെ? ഭഗവാനെ, നന്നായി വരും. കണ്ടോ, ഇതാണ് ഗുരുത്വം. നിങ്ങളും നിങ്ങളുടെ കൂടെ വന്നവരുടെ അനുഗ്രഹം വാങ്ങി തുടങ്ങിക്കോ, നല്ലതേ വരും. മോളെ, അനുഗ്രഹം വാങ്ങിക്കണം കേട്ടോ. രാധമേ പുറത്ത് വെയിറ്റ്. ശരി മോളെ. ഒന്നും തോന്നരുതേ. രാധമ ഒരു നിഷ്കളങ്കേ. നല്ല ഉദ്ദേശത്തിൽ മാത്രമേ എന്തെങ്കിലും പറയൂ. ഏയ്, ഇറ്റ്സ് ഓക്കെ. ആക്ച്വലി ഐ കംപ്ലീറ്റഡ് മൈ ഹോട്ടൽ മാനേജ്മെന്റ് ഡിഗ്രി അറ്റ് ഓസിയോ യൂണിവേഴ്സിറ്റി. ഞാൻ കേട്ടിട്ടുണ്ട്. വളരെ പേരുകേട്ട യൂണിവേഴ്സിറ്റി ആണല്ലോ. അതെ. ഋതിക എവിടെന്നാ കുക്കിംഗ് പഠിച്ചേ? എന്നെ കുക്കിംഗ് പഠിപ്പിച്ചത് ദേ ഇപ്പൊ പോയ രാധമ്മയില്ലേ? ഉം. ആ രാധമ്മയാ. രാധമ്മ എന്റെ ഭർത്താവിന്റെ അമ്മയാ. ആ രാധമ്മയാ എന്നെ കുക്കിംഗ് പഠിപ്പിച്ചത്. സീരിയസ്ലി? അതെ. എന്താ? ഹേയ്, ഒന്നുമില്ല. അപ്പ ഇവളെ തോപ്പിക്കാൻ വലിയ പാടൊന്നുമില്ല. ഓസിയോ യൂണിവേഴ്സിറ്റി എവിടെ കിടക്കുന്നു? കേരളത്തിലെ ഏതോ വീട്ടിലെ അടുക്കള എവിടെ കിടക്കുന്നു? ഇവള് ദോശയുടെ സാമ്പാറിന്റെ ആളാണെന്നാ തോന്നുന്നേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.